ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹാഫ് kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഒരു അരിപ്പിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടെടുത്ത് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം 1/2 കപ്പ് അളവിൽ നമ്മൾ പഞ്ചസാര എടുത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര ഒന്നുമല്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അതിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വെള്ള കളറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ളതിന് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്ലോയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ മുട്ട താന്നു പോകരുത്. താന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അത്ര സോഫ്റ്റായി പൊങ്ങി കിട്ടാനൊക്കെ വലിയ പാടായിരിക്കും. അതുകൊണ്ടാണ്. ഇത് ഞാൻ ഇനി ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കേക്ക് ബോർഡിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു. അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ക്രീമും വൈറ്റ് ചോക്ലേറ്റും പിന്നെ കുറച്ച് ചെറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത കേക്കും വെച്ച് കൊടുത്തു. ഷുഗർ സിറപ്പ്, ക്രീം, ഇങ്ങനെ ചോക്ലേറ്റും ചെറിയും കൂടെ വെച്ച് ഒന്നും കൂടെ അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് എല്ലാ പാർട്ടും അങ്ങനെ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനൽ ലെയറും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ആ കേക്കിൻ്റെ പൊടികളൊന്നും ഇളവ് പോവാത്ത രീതിയിലാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം 1-2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നത്. ഞാൻ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1-1.5 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ സൈഡിലായിട്ട് ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത് നമ്മുടെ ലീഫ് നോസിലില്ലേ, അത് വെച്ച് താഴെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ വലിച്ച് ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതായി ഇതുപോലത്തെ ഒരു നൈഫ് വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു മേളിലൊരു ഡിസൈനോ, കാരണം എനിക്ക് മേളിൽ ഫിനിഷിങ് അത്ര വരത്തില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ ഈ ഒരു നോസിൽ കണ്ടോ, അത് വെച്ചാണ് ഞാൻ മേളിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് കുറച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ കസ്റ്റമേഴ്സ് അങ്ങനെ മോഡലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി എന്നൊന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിൽ തോന്നുന്ന ഡിസൈനിലൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സൈഡിലെല്ലാം ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷമായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ അവിടെയെല്ലാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എനിക്കൊരു ഭംഗി കണ്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിന് ചെറിയൊരു തൃപ്തിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫോണ്ടനിൽ എഴുതി വെച്ചുള്ള ഹാപ്പി ബർത്ത്ഡേ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ ചെമ്പ എന്നാണ്. അവർ തന്ന പേരായിരുന്നു, അതനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.